ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കറന്റ് ഫീലിങ്സ് ഇപ്പോൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം അവർ ഈ ഒരു സമയത്ത് ഇപ്പൊ നിങ്ങളൊരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും മനസ്സുകൊണ്ട് തുറന്ന് പറയണം അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതെന്താണ് എന്നുള്ളത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു എന്നുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു ആ ഒരു സന്തോഷം നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു രീതിയിൽ വേണം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്. നെഗറ്റിവിറ്റി കാര്യങ്ങളൊന്നും തന്നെ ഓർക്കാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം മുന്നോട്ടേക്ക് ചിന്തിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. മജീഷ്യൻ, ജഡ്ജ്മെന്റ്, 2 of cups, chariot, 6 of cups, strength, hanged man, 5 of wands, page of swords, the moon energy, the fool energy, queen of swords, empress, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. 8 of swords, the world energy വന്നിട്ടുണ്ട്. high priestess, 10 of cups, seven of swords, bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് the wheel of fortune ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ റെസനേറ്റ് ആവുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ ആരുടെയൊക്കെ ആയിട്ടാണോ നിങ്ങൾക്ക് വരുന്നത്, ആരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധമാണ്. കാരണം ഇവിടെ മെജോറിറ്റി കാർഡുകളും വന്നിരിക്കുന്നത് മേജർ കാർഡുകളാണ്. മജീഷ്യൻ വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ്, ചാരിയറ്റ് എനർജി, സ്ട്രെങ്ത്, ഹാങ്ഡ് മാൻ, അതുപോലെ മൂൺ എനർജി, ഫൂൾ എനർജി, എംബ്രസ്, വേൾഡ് എനർജി, ഹൈ പ്രീസ്റ്റസ്, വീൽ ഓഫ് ഫോർച്യൂൺ, ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് എല്ലാം നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിരിക്കുന്ന മേജർ കാർഡുകളാണ്. മേജർ കാർഡുകൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ എത്ര സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ ഇല്ല. നിങ്ങൾ ഒന്നിക്കേണ്ടവർ തന്നെയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്, ദൈവികപരമായിട്ടുള്ള ഒരു ബന്ധം എന്ന് വെച്ചാൽ ആ ഒരു യൂണിവേഴ്സ് ആയിട്ട് ഒന്നിപ്പിച്ച വ്യക്തികളാണ് നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് കാർമിക് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോകാനുള്ള സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവർ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇല്ലാത്തവര് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പ്രലോഭനങ്ങളിൽ അകപ്പെടുക, മൂന്നാമതുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ അവർ നിങ്ങളെ ചതിച്ചിട്ട് പോയവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഡിവൈൻ കണക്ഷൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധവുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടിയിരുന്ന വ്യക്തികളാണ്. പക്ഷെ അതിൻ്റെതായ ഒരു ടൈമിൽ നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതിരുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഇഷ്യൂസ് വരിക, അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, പെട്ടെന്നായിരിക്കാം വന്നിരിക്കുന്നത്. കുറെ നാളുകളായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്ന് നിന്നുപോയ ബന്ധമല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കുറച്ചധികം പ്രശ്നങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് വരിക. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുമാറി പോവുക. നിങ്ങൾക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിക്കാണില്ല പലപ്പോഴും. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പോലും മനസ്സിലാവാതെ നിൽക്കുന്ന ഒരു എനർജി. ഒരു നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ്. എന്തിനാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട്, അതായത് അവർ വിശ്വസിക്കുന്ന
ദൈവിക ശക്തിയോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. വിശ്വാസം പോലും പലർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. അത്രയ്ക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങള് എന്താ പറയാ ഒരു divine connection ലൂടെയൊക്കെ പോയ വ്യക്തികളായിരിക്കും. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ ട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിലും എവിടെയോ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഹോപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു മുന്നോട്ടേക്ക് പോകുന്ന അവസ്ഥയിലും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിങ്ങളെ വിട്ടു പോകുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് ദേഷ്യം ഉണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സങ്കടമായിരിക്കാം ചിലവരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നിരന്തരമായിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സിനോട് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണോ നിങ്ങൾ പോകുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സ് കൊണ്ടിട്ട്. ഇപ്പൊ സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചധികം ഇങ്ങോട്ട് ആയി കാണുമായിരിക്കാം. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ അവസ്ഥയിലായിരിക്കാം നിൽക്കുന്നത്. അപ്പൊ എങ്ങനെ പോയ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവരുടെ ഓർമ്മകൾ എന്തൊക്കെയാണ് നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് മജീഷ്യൻ എനർജിയാണ്. തീർച്ചയായും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അവരുടെ എനർജിയിലേക്ക് ഭയങ്കരമായിട്ട് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി നൽകാനായിട്ടുള്ള സമയം ഇതാണ് എന്നുള്ളൊരു തോട്ട് അവരിലേക്ക് തന്നെ എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. എത്തിത്തുടങ്ങുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു കർമ്മയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കർമ്മയാണ്. കർമ്മ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് വരുന്നത്. ചിലവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം തിരിച്ചടി കൊടുക്കുക. മറ്റ് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉൾവിളിയാണ്, ഒരു ദൈവികപരമായ ഉൾവിളിയാണ്. പെട്ടെന്ന് അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ നിരന്തരമായിട്ട് മനസ്സിലേക്ക് കേറി വരിക, ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് അവരെ അലട്ടുക. അവര് തന്നെ വേണ്ടെന്ന് വെച്ച് പോയവരാണെങ്കിൽ അതേ അവര് തന്നെ നിങ്ങളെ വേണം എന്നുള്ള രീതിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങും. അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തു തുടങ്ങും. എല്ലാം നേരെ വിപരീതം സംഭവിക്കും. എന്നുവെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് സംഭവിക്കുന്ന രീതി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അവർ ഭയങ്കരമായി നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന രീതി, അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എല്ലാം നിങ്ങൾ വിട്ടു പോകാതിരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് അവർ നിങ്ങളിലേക്ക് കണക്ട് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെതായ എനർജി വേരിയേഷൻസ് ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. എപ്പോഴും ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ വരിക, എത്ര വേണ്ട വേണ്ടാന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് വെച്ച് മോൺ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കഴിയുന്നുണ്ടാവില്ല. വീണ്ടും വീണ്ടും ഇതിലേക്ക് തന്നെ നിങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ സ്ട്രോങ് ആയിട്ട് തന്നെ അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്കൊരു നീതി നൽകണമെന്ന് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. തിരിച്ചടികൾ എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അത്രയും വിശ്വസിച്ചിരുന്ന വ്യക്തികളൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അതോടൊപ്പം എവിടെ നിന്നും ഒരു ചതിയും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരിട്ടിരിക്കുന്നത് കൊണ്ടിട്ടാണ് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ അപ്പാടെ മാറിപ്പോയിരിക്കുന്നു. അതൊരു പകുതി വരെയുള്ള രീതിയിലല്ല മാറിയിരിക്കുന്നത്. നേരെ നിൽക്കുന്ന ഒരു person തലകുത്തി നിന്ന് എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ് മാറിയിരിക്കുന്നത്. ഹാങ്ഡ് മാൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിക്കും അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നോക്കിക്കണ്ട ആ ഒരു വിഷന് തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പൊ അവർക്കും ഒരു നീതി ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ്. അത് നിങ്ങളിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു person ആണ്. എന്ന് വെച്ചാൽ ചെയ്യാത്ത തെറ്റിനാണ് അവർ നിങ്ങളെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചത്. അപ്പൊ ആ ഒരു ചെയ്യാത്ത തെറ്റിനായതുകൊണ്ട് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആ ഒരു കാര്യം ഇവർ നിങ്ങളിലേക്ക് നടപ്പിലാക്കിയാൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുകയുള്ളൂ. അവരുടെ നീതി എന്ന് പറയുന്നത് അവരുടെ സമാധാനം തന്നെയാണ്. അവരിപ്പം നിൽക്കുന്നത് ഒരുപാട് ഭയപ്പാടോട് കൂടിയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്ന പാഠം ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു പാഠം learn ചെയ്യുന്നത് കൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെയാണ് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു ചിന്തയിലാണ് അല്ലെങ്കിൽ ആ ഒരു thinking ലാണ്. ഇമോഷണലി ഈ ഒരു person നിങ്ങളിലേക്ക് വളരെയധികം അടുക്കുന്നുണ്ട്. 2 of cups ആണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു physically ആണെന്നുണ്ടെങ്കിലും mentally ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ presence ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അവർ ഈ ഒരു സമയം. Okay, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു energy feel ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഒരു reading കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു personന്റെ അല്ലെങ്കിൽ ആ ഒരു person നുമായിട്ട് relate ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ചിലപ്പോൾ ഒരു പാട്ടായിട്ടായിരിക്കാം.
ഒരു സോങ്, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പാട്ട് ഈ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലും കേൾക്കുക, അല്ലെങ്കിൽ അവരുടെ പേര് എവിടെയെങ്കിലും കാണുക. എന്നുവെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ടും ഈ ഒരു പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തും. അത് അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പ്രസൻസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്കൊരു മടി അല്ലെങ്കിൽ അവരൊരു ഭയം ഭയങ്കരമായിട്ട് അലട്ടുകയാണ്. നിങ്ങളെ ഇനി സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം ചതിച്ചു പോയവരാണ്, അതും പെട്ടെന്ന്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷത്തിൽ നിങ്ങളെ ചതിച്ചു പോയവരാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ ഇമോഷൻസിനെ വല്ലാതെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. രാത്രിയിലാണെന്നുണ്ടെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ നേരായ വഴി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലൂടെ നയിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക. അതിനുശേഷം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് സ്വയം എഫേർട്ട് എടുക്കുക. എഫേർട്ട് എടുത്തതിന് ശേഷം അതിനെ മുന്നോട്ടേക്ക് നയിക്കുക. ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളാണ്. ഇവർ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒരു സമയത്ത് ഇവർ അതിനകത്ത് ഒരു ഉഴപ്പോ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നോട്ടേക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതും ആത്മാർത്ഥമായിട്ട് തന്നെ. സത്യസന്ധമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കണം, അല്ലെങ്കിൽ അതിനെ നിലനിർത്താനായിട്ട് സത്യസന്ധത അനിവാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ബന്ധത്തിന്റെ ആ ഒരു സ്ട്രെങ്ത് അതിനെ വീണ്ടെടുക്കണം. ഇതുവരെ അവര് ഒരു ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ചാടിക്കേറി സംസാരിക്കുക, അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കാനായിട്ട് നിങ്ങളെ കുറ്റക്കാരാക്കുക. ഒച്ച എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കും. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ചോദിക്കില്ല. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ പെരുമാറിയ വ്യക്തികളാണ്. അതുപോലെ ഇവര് പലപ്പോഴും ലാസ്റ്റ് ആ ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ, നിങ്ങൾ ചീറ്റ് ചെയ്യുന്നതിന് മുമ്പൊക്കെ വന്നപ്പോൾ അവരുടെ യഥാർത്ഥമായ മുഖം മറച്ചു വെച്ചിട്ട് ആ ഒരു ആട്ടിൻതോലിട്ട് നിങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. പാവം പോലെയൊക്കെ നിന്ന് നിങ്ങളെ പലപ്പോഴും പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അതിലൊക്കെ അവർക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് ഇപ്പോൾ. അപ്പൊ അതുകൊണ്ട് ആ ഒരു രണ്ട് മുഖം എന്നുള്ള രീതിക്കൊക്കെ പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് യഥാർത്ഥമായിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനായിട്ട് തന്നെ നിങ്ങളോട് നിൽക്കണം. അതും നിങ്ങൾ ഒട്ടും expect ചെയ്യാത്ത രീതിയിലുള്ള സ്നേഹമാണെന്നുണ്ടെങ്കിലും caring ആണെന്നുണ്ടെങ്കിലും എല്ലാം നിങ്ങൾക്ക് നൽകണം. ബന്ധം നിലനിർത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരുടെ life ൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ miss ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവര്. ആത്മാർത്ഥമായിട്ട് ഈ ഒരു സമയത്ത് ഈ ഒരു person നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. Six of Cups ആണ് വന്നിരിക്കുന്നത്. അവര് നിങ്ങളുമായിട്ടുള്ള ആ ഒരു relationship ലെ ഓരോ ഓർമ്മകളിലേക്ക് പോയിരിക്കുകയാണ്. past ലേക്ക് ഭയങ്കരമായിട്ട് മനസ്സ് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിടിച്ചിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. എപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളിലും focus ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് എത്രയും വേഗം ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഏത് situation ലായിരിക്കും face ചെയ്യുന്നത്? നിങ്ങളിപ്പോ ഒരുപാട് struggle ചെയ്യുന്നുണ്ടായിരിക്കുമോ? ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ life ൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത്? അതെല്ലാം ഇവർ ഓർക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇവർ ഓർക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറ്റങ്ങൾ വരുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയും ചെയ്യുന്നത്. കാഴ്ചപ്പാടുകൾ എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഒരു പെരുമാറ്റവും ഇവരുടെ ക്യാരക്ടറും കൊണ്ട് നിങ്ങൾ ഏൽക്കേണ്ടി വന്നിരിക്കുന്ന മുറിവുകൾ അത് നിസ്സാരമായിട്ടുള്ള ഒരു മുറിവുകളല്ല. ആ ഒരു മുറിവുകളെ ഉണക്കാനായിട്ട് ഒരു സംസാരത്തിലൂടെ മാത്രം സാധിക്കില്ല. ഇപ്പൊ അവര് വന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു മുറിവായിരിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ relationship ല് വലിയ രീതിക്ക് ഈ ഒരു person നിങ്ങളെ വേദനിപ്പിച്ചവരാണ്. ചെറിയൊരു രീതിക്കല്ല. ഇപ്പൊ ഒരു third party situation എന്ന് പറയുമ്പോൾ വെറുതെ അവർ ഇട്ടിട്ട് പോകുന്നത് മാത്രമല്ല, നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വേദനയും തന്നിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ഒരു പക്ഷേ ഭയങ്കരമായ ഒരു struggling ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് വന്നവരായിരിക്കാം. അവിടെ നിന്നും നിങ്ങളുടെ കൈ പിടിച്ച് ഇവര് പകുതി വരെ കൊണ്ടുവന്നിട്ട് എത്രത്തോളം face ചെയ്ത് വന്നവരാണോ അതിനേക്കാൾ വലിയ കുഴിയിലേക്ക് നിങ്ങളെ തള്ളിയിടുന്ന ഒരു അവസ്ഥ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് എന്ന് പറയുന്ന ഒരു മഹാപാപമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. അത് മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് Hanged Man എന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളെ പൂർണ്ണമായിട്ടും അവർ മാറ്റുന്നത്. അത് അവരുടെ character ആയിക്കൊള്ളട്ടെ, അവരുടെ ചിന്താഗതികൾ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മാറ്റിയിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് relationship ൽ പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ Page of Swords എന്ന് പറയുമ്പോൾ എത്ര risk എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു relationship ന് വേണ്ടി അവരുടെ രീതികൾക്കെല്ലാം പൂർണ്ണമായിട്ട് മാറ്റങ്ങൾ വരുത്താനും, പൂർണ്ണമായിട്ട് എന്ന് പറയുമ്പോൾ 100 ൽ 100 മാറ്റം വരുത്തുക എന്നുള്ളതല്ല mean ചെയ്യുന്നത്. അവരുടെ കുറേയധികം കാര്യങ്ങളെ അയവ് വരുത്തുന്നുണ്ട്. ഇപ്പൊ ഒരു example പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ ചെല്ലുമ്പോൾ വലിയ ക്ഷമയൊന്നും ഇവർക്കില്ല. മുഴുവനൊന്നും കേൾക്കാൻ ഇവർ സമ്മതിക്കില്ല. പകുതി വരെയൊക്കെ കേട്ട് ആ ശരി എന്നുള്ള രീതിക്കൊക്കെ എടുക്കുവാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം വരുത്തി കുറച്ചുകൂടെ സമയം നിങ്ങൾക്ക് നൽകണം. നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് കാര്യങ്ങളൊക്കെ കാണിക്കണം. അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഒരു restriction ഒക്കെ തരുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകണം. ആ ഒരു രീതിയിലൊക്കെ ഇവരുടെ character നെ ഇവർ മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ബന്ധം നിലനിർത്താനായിട്ട് അവരിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ജീവിതം അവർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതോടൊപ്പം ഒരുപാട് വ്യക്തി സ്വാധീനങ്ങൾ, situations ഒക്കെ നിങ്ങളുടെ relationship ൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടും വിശ്വസിച്ചിരുന്ന ആ ഒരു വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. വിശ്വാസവഞ്ചനയാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് അവര് നേരിട്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അവർ കാരണം എന്ത് വലിയ രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസവഞ്ചനയാണ് അവർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നുള്ളതും ചിന്തകളിലേക്ക് വരുന്നത്. ഒരു സൈഡ് കൊണ്ട് അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുമ്പോൾ മറു സൈഡ് കൊണ്ട് അവർ അത്രത്തോളം നിങ്ങളെ ഭയക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്നേഹം മാത്രമല്ല ഭയവും വരുന്നുണ്ട്. ആ ഒരു ഭയം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അവർ നിങ്ങളോട് പ്രവർത്തിച്ച അനീതി തന്നെയാണ്. ആ ഒരു അനീതിക്കുള്ള ശിക്ഷയാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ചീറ്റിങ്ങിലൊക്കെ അകപ്പെട്ടിട്ട് സ്ട്രഗിൾ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ആയിരിക്കാം ചീറ്റിങ്ങിൽ അകപ്പെട്ട് വന്നിരിക്കുന്നത്. അവരാരെങ്കിലും പറ്റിച്ചിട്ട് ചിലപ്പോൾ പണമോ കാര്യങ്ങളോ ഒക്കെ അവരിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം വൈകാരികപരമായിട്ടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ആധികാരികപരമായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് ഭയങ്കരമായ ഒരു low energy യിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ ബുദ്ധിപൂർവ്വം അതിൽ നിന്ന് കരകയറണമെന്നും നിങ്ങളുടെ relationship ൽ മുന്നോട്ടേക്ക് പ്രവർത്തിച്ച് ഇതിനൊരു വിജയം നേരിടണം, അതിനു വേണ്ടി fight ചെയ്യാനായിട്ട് അവർ തയ്യാറാണ്. ആ ഒരു പോരാളിയായിട്ട് മാറാനായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ തയ്യാറാണ് എന്നുള്ള ഒരു energy യിലാണ്. കാരണം ഇതിന് വിജയം വേണം, അല്ലെങ്കിൽ ഈ relationship വീണ്ടെടുക്കണം. അതിന് എന്ത് വേണമെങ്കിലും ഇവർ ചെയ്യും. എന്ത് വിട്ടുവീഴ്ചയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ മുന്നിലുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെല്ലാം വെട്ടി വീഴ്ത്തി മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യുക. കാരണം ഇതിനൊരു new beginning വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു universe നെ വിശ്വസിച്ചിട്ട്, എന്നുവെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു divine connection ഉണ്ട് എന്നുള്ളത് ഇവര് മനസ്സിലാക്കാതെ അറിയാതെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ reading കണ്ടിട്ട് അത് realize ചെയ്യുവാണെങ്കിൽ, ഇവര് ചിലപ്പോൾ reading കാര്യങ്ങളോ ഒന്നും കാണാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ചിന്തയിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു connection ഉണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ട് പോയവരായതുകൊണ്ട്, അതായത് നിങ്ങളോട് അനീതി പ്രവർത്തിച്ചവരായതുകൊണ്ടിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വേദന നിങ്ങളുടെ കണ്ണുനീരിന്റെയാണ്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളോട് നീതി പുലർത്തണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്, നിങ്ങൾ തമ്മിൽ ഒരു connection ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഒരു new chapter ഈ ഒരു relationship ൽ കൊണ്ടുവരാനും ആ ഒരു chapter ലൂടെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് സന്തോഷം, സമൃദ്ധി എല്ലാം നിറയുന്ന രീതിയിൽ സന്തോഷകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കാനും ഇവര് ഇപ്പൊ ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ടിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ relationship എന്ന് പറയുന്നത് husband and wife ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കുഞ്ഞോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു fertility card കൂടിയാണ്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു മൂന്നാമതൊരാൾ കടന്നു വരണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞൊക്കെ വരണം, ഒരു family life വേണം, ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥയായിട്ടൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു commitment നൽകുക. okay. അതായത് ഒരു short term relationship അല്ല ഇവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ട് ആ ഒരു കൈകൾ ചേർത്ത് പിടിച്ചിട്ട് long term ആയിട്ട് തന്നെ, ഇവിടെ ten of cups വന്നിട്ടുണ്ട്, family card തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. long term ആയിട്ട് നിങ്ങളുടെ relationship നെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൂട്ടായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള support ആയിട്ട് മുന്നോട്ടേക്ക് വരിക. അതുപോലെ ഈ ഒരു person എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് hide ചെയ്ത് വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് വിപരീതമായിട്ട് സംഭവിച്ചു. അപ്പൊ ഇനി ഒരു hiding ഓ കാര്യങ്ങളോ ഈ ഒരു relationship ൽ നിലനിർത്താൻ പാടില്ല. genuine ആയിട്ട് വേണം ഇതിൽ പ്രവർത്തിക്കാനായിട്ട്. സ്വന്തം intuition അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ടോ മറ്റൊരു രീതികളിലേക്ക് attracted ആയിട്ടോ addiction ലേക്ക് പോയിട്ടോ ഒന്നും അല്ല ചെയ്യേണ്ടത്. സ്വന്തം മനസ്സിൽ അനുസരിച്ചിട്ട് നീതിപൂർവ്വം ഈ ഒരു relationship ൽ പ്രവർത്തിക്കുക. അതിലൂടെ ഈ ഒരു ബന്ധത്തിൽ സന്തോഷകരമായ പരിസമാപ്തി കൊണ്ടുവരിക. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ടിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു person ആണ് ഇവര്. ഇതുവരെ ഇവർ relationship ന് വേണ്ടിയിട്ട് ഒന്നും പ്രവർത്തിക്കാൻ തയ്യാറായില്ല.
സ്വാർത്ഥതയോട് കൂടിയോ അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടോ ഒക്കെ ഇവരുടെ ഇമോഷൻസ് ആണെങ്കിലും ഇവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാം സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നവരായിരുന്നു. എന്നാൽ ഇനി അത് സാധ്യമല്ല എന്ന് അറിഞ്ഞിരുന്നിട്ടാണ് ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ തടസ്സങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ബുദ്ധിപൂർവ്വം അതിനെയെല്ലാം പൊരുതി നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള തീരുമാനം ഇവർ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് ഫീലിങ്സ് എന്താണ് എന്നുള്ളത് എടുക്കുമ്പോൾ കിട്ടുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നമുക്കിവിടെ മേജർ കാർഡുകൾ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് നല്ല രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളുടേത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ മറ്റെന്ത് കാര്യങ്ങളിലേക്ക് അഡിക്ഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സ്വയമേ ഒരു തിരുത്തൽ വരുത്തിയിട്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുക. നിങ്ങൾക്കൊരു നീതി നൽകിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരിക എന്നുള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചു തുടങ്ങുന്നു. അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ അത്രത്തോളം അട്രാക്ട് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളും ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന സമയമാണ് ഇത് എന്നുണ്ടെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു ചിന്തയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു തോട്ടില് ആ ഒരു prayer കാര്യങ്ങളായിട്ട് മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഈ ഒരു സമയത്ത് അവർ എന്തെങ്കിലും നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കാം. ആബ്സെൻസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. അൺഫിനിഷ്ഡ് ബിസിനസ്, സീക്രട്സ്, ഡേ ഡ്രീമിംഗ്, അൺവർത്തി, hope, missed opportunity, runner, bottom of deck ആയിട്ട് വന്നിരിക്കുന്ന കെമിസ്ട്രി ആണ്. അപ്പൊ ഈ ഒരു സമയം അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളും അവരുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കെമിസ്ട്രി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞ ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന രീതി ഒരു റീഡിംഗ് ഒക്കെ കാണുന്നവരായതുകൊണ്ട് ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയാണെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു ബന്ധം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഒരു കെമിസ്ട്രി ഉണ്ട്. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ബന്ധം വിട്ട് പൂർണ്ണമായും പോവാത്തത്. വളരെ പാഷനേറ്റ് ആയിട്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അവരിൽ ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിംഗ് ആണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഒട്ടും വിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അവരതിന് തയ്യാറല്ല. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും മിസ് ചെയ്ത് കളഞ്ഞു. അവരായിട്ട് തന്നെ വന്നിരുന്ന അവസരങ്ങളെ എല്ലാം പാഴാക്കി കളഞ്ഞ് നിങ്ങളിൽ നിന്ന് റൺ ചെയ്ത് ഓടിപ്പോയവരാണ്. എന്നാൽ ആ ഒരു ഓടേണ്ട സമയമൊക്കെ അവസാനിച്ചു. ഇനി മുന്നോട്ടേക്ക് ഓടുവാണെന്നുണ്ടെങ്കിൽ എങ്ങും തന്നെ എത്തില്ല. അവർ ഇതുവരെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിരുന്നത് അൺവർത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒട്ടും തന്നെ ഒരു നീതിപൂർവം അല്ലാതെ പ്രവർത്തിച്ചു. അതുപോലെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം എന്ന് വെച്ചാൽ അവരെക്കാൾ കൂടുതൽ എന്തുകൊണ്ട് നിങ്ങൾ തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തി. നിങ്ങൾ വളരെ നല്ലൊരു പേഴ്സൺ ആണ്. നിങ്ങളുടെ വാല്യൂ അവർ ഇതുവരെ തിരിച്ചറിഞ്ഞില്ല. അത് അവർ ഈ ഒരു സമയത്താണ് അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റീയൂണിയൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനും അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ തിരികെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതിനൊരു റീകൺസിലേഷൻ നടത്താനും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അവർ പല കാര്യങ്ങളും വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ഒരുപാട് വാക്ക് തന്നവരാണെങ്കിൽ അതിപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവരതൊന്നും പാലിച്ചിരുന്നില്ല. അതാണ് ആ ഒരു അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് കാണുന്നത്. എന്നാൽ സ്റ്റിൽ അവരിപ്പോ ചിന്തിക്കുന്നത് അതെല്ലാം റീസോൾവ് ചെയ്യണം. അത് നിങ്ങളുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നതിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുപോലെയൊക്കെ പ്രവർത്തിക്കുക. സീക്രട്സ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയവരാണ്. നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരുന്ന സീക്രട്സ് അതിനിപ്പോ എത്രത്തോളം വലിയതാണെന്നുണ്ടെങ്കിലും തുറന്നു പറയാനുള്ള ഒരു മനസ്സ് എനിക്കിപ്പോ വന്നിട്ടുണ്ട്. അത് ഞാൻ എല്ലാം നിങ്ങളോട് തുറന്നു പറയാം. നിന്നോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം ഡേ ഡ്രീമിംഗ് ആണ്. ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിന്നെ എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല. നീ എൻ്റെ ലൈഫിലേക്ക് തീർച്ചയായും കടന്നു വരണം. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നിന്റെ ആബ്സെൻസ് എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ ഇമോഷണലി ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ട് റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചു തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മെയിൻ ആയിട്ട് അവരുടെ സീക്രട്സ്, അവർ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. നിന്റെ ആബ്സെൻസ് വളരെയധികം എന്നിൽ വേദന ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള സത്യം ഇതുവരെ അവരത് തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവരത് തുറന്നു പറയാൻ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, ട്രിവാൻഡ്രം 38, കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട് 19, 1988, N എന്നൊരു ലെറ്റർ, ഏരീസ്, S എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് 1982, ഓഗസ്റ്റ് മന്ത്, M എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, വിർഗോ സോഡിയാക് സൈൻ ആണ്, ഏപ്രിൽ എന്നൊരു മന്ത്, ലിയോ സോഡിയാക് സൈൻ ആണ്, B എന്നൊരു ലെറ്റർ, N എന്നൊരു ലെറ്റർ, H എന്നൊരു ലെറ്റർ, നവംബർ മന്ത്, V അഗെയിൻ വന്നിട്ടുണ്ട്, D എന്നൊരു ലെറ്റർ, ജൂൺ മന്ത്, 44, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എറണാകുളം എന്നൊരു ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സന്റെ രീതികൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ. അതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുമോ എന്നുള്ളത് നോക്കണം. ക്ലൂസ് മാത്രമല്ല നോക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ മാച്ച് ആവുമോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ റീഡിംഗ്. നാളെ വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.